ഏതൊരു ഡ്രഗ് മാഫിയക്ക് വേണ്ടി പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ UAE താമസിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ് എമിറേറ്റ്സ് ID. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്കറിയാം, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയാം. ഇവിടെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എമിറേറ്റ്സ് ID ആവശ്യമാണ്. പക്ഷേ അത് വളരെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ്. നമ്മൾ നമ്മുടെ കയ്യിൽ വളരെ കറക്റ്റായി വെക്കേണ്ട, കാർഡ് ഹോൾഡർ ആരാണോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവേണ്ട ഒന്നാണ് എമിറേറ്റ്സ് ID. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ നാട്ടിൽ നിന്ന് വരികയാണ്. ദുബായ് എയർപോർട്ടിലെത്തിയ സമയത്ത് അദ്ദേഹത്തെ എമിഗ്രേഷൻ കൗണ്ടറിൽ അവിടെ നിർത്തുകയുണ്ടായി. അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വിവരങ്ങളില്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആർക്കും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന വിവരം നമുക്കറിയാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തെ ബന്ധപ്പെടാനൊന്നും പറ്റിയില്ല. ആ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസമാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ എമിറേറ്റ്സ് ID വെച്ച് ഏതൊരു ഡ്രഗ് മാഫിയക്ക് വേണ്ടി പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല, അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ആ നടന്ന ദിവസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇവിടെ ദുബായിൽ നിന്ന് ഒരു ATM കൗണ്ടറിൽ വെച്ച് അദ്ദേഹം ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകിൽ വേറൊരു ആഫ്രിക്കൻ വംശജനായ ഒരാൾ എമിറേറ്റ്സ് ID ഇല്ല, ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്, കാലത്തേക്കൊന്ന് വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി. സ്വാഭാവികമായും നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പണിയാണ്, അദ്ദേഹത്തെ സഹായിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ആ എമിറേറ്റ്സ് ID അദ്ദേഹത്തിന് കൊടുത്തു. ഈ ഒരു കാരണമാണ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എമിഗ്രേഷനിൽ നിന്ന് വെച്ച് അദ്ദേഹത്തെ പിടിക്കപ്പെടുകയും അതിനുശേഷം ഒരു ദിവസം ഉള്ളിൽ കിടക്കേണ്ടി വരികയും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ഈ വ്യക്തി അടക്കം ഒരുപാട് പരിഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ടൈമിന് ഇവിടുത്തെ ലീഗൽ ഇഷ്യൂസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇത് വളരെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എമിറേറ്റ്സ് ID എന്ന് പറയുന്നത് ആരാണോ കാർഡ് ഹോൾഡർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകേണ്ട സാധനമാണ്, അത് മറ്റൊരാൾക്ക് കൈമാറേണ്ട സാധനമല്ല. മറ്റൊന്ന് UAEയുടെ ഫെഡറൽ അതോറിറ്റി നമ്മുടെ ഒരു പ്രൈമറി പ്രൂഫായി നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന തിരിച്ചറിയൽ കാർഡാണ് എമിറേറ്റ്സ് ID. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, ഇവിടെ വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു UAEയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എമിറേറ്റ്സ് ID എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആവശ്യമാണ്. അതോടൊപ്പം ഇത് ലീഗലി ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രം ഉണ്ടാവേണ്ട, മറ്റൊരാൾക്ക് കൈമാറപ്പെടേണ്ടാത്ത ഒരു കാര്യവും കൂടിയാണ്. കാരണം ഇതിൽ ഫൈനാൻഷ്യൽ ഫ്രോഡ് നടക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളുടെ പേരിൽ സാമ്പത്തികമായ ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളുടെ പേരിൽ ലീഗലി പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ UAEയിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിയൽ കാർഡ് എന്ന നിലയിൽ നിങ്ങൾ ഒരു കാരണവശാലും എമിറേറ്റ്സ് ID മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.